UDFും BJPയും അവരുടെ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ കണക്കാക്കിയാൽ ഏതാണ്ട് 60 നിയോജക മണ്ഡലങ്ങളിൽ LDFന് കൃത്യമായ ലീഡ് ഉണ്ട്. നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പിറകിൽ പോയ നിരവധി മണ്ഡലങ്ങളും ഉണ്ട്. അപ്പോൾ അവ പലതും പ്രാദേശിക പ്രശ്നങ്ങളുടെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ കള്ള പ്രചാരവേലയുടെയും വർഗീയ ഇടപെടലുകളുടെയും മാധ്യമ ശൃംഖലകൾ നടത്തിയ വലതുപക്ഷ വിരുദ്ധ പ്രചാരണത്തിൻ്റെയും എല്ലാം ഭാഗമായി പിന്നിൽ പോയിട്ടുള്ളതാണ്. അത്തരം മണ്ഡലങ്ങളെല്ലാം ശരിയായ രാഷ്ട്രീയ പ്രചാരണം നടത്തി സംഘടനാ പ്രവർത്തനത്തിലൂടെ തിരിച്ചുപിടിക്കാൻ പറ്റും എന്ന് തന്നെയാണ് പാർട്ടി വിശ്വസിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചുള്ള മികച്ച അഭിപ്രായമാണ് നിലനിൽക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്നായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മികച്ച ഭൂരിപക്ഷത്തോടെ LDFന് തിരിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത്. തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഘടകങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിച്ചു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് എന്ന് കാണാൻ കഴിയും. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിനെതിരെ സർക്കാരിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് നേടുന്നതിന് UDFോ BJPയോ ശ്രമിച്ചിട്ടില്ല. കള്ള പ്രചാരവേലയുടെ അടിസ്ഥാനത്തിലാണ്, അത്തരത്തിലൊരു പരമ്പരയാണ് UDFും BJPയും അഴിച്ചുവിട്ടിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.